അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിത്തർ നിസ്കാരം എന്നുള്ളത് ഏറ്റവും ശക്തമായ സുന്നത്തായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് വിത്തർ നിസ്കാരം വാജിബാണ്, അതൊരിക്കലും ഒഴിവാക്കാൻ പാടുള്ളതല്ല എന്ന് ഹനഫി ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതിന് മാത്രം ശക്തമായ സുന്നത്തായ നിസ്കാരമാണ് വിത്തർ നിസ്കാരം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചത് അൽ വിത്രു ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നാണ്. വിത്തർ നിസ്കാരം എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലും ബാധ്യതയാണ്, നിർബന്ധ ബാധ്യത പോലെ, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സമയം ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിനിടയിലുള്ള സമയത്ത് നിർവഹിക്കലാണ് അതിൻ്റെ ആയ സമയം. ആ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്തും ഏറ്റവും കൂടിയത് 11 റക്അത്തുമാണ്. പരിപൂർണതയിൽ ചുരുങ്ങിയത് 3 റക്അത്താണ്. സ്ഥിരമായി 1 റക്അത്തും വിത്തർ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്തായി മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും വിത്തർ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ വിത്രു ഹഖുൻ ഫമൻ ശാഅ ഔതറ ബിസബ്ഇൻ. ആരെങ്കിലും 7 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അപ്രകാരം നിർവഹിച്ചു കൊള്ളട്ടെ. വമൻ ശാഅ ബി ഖംസിൻ. ആരെങ്കിലും 5 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ. വമൻ ശാഅ ഔതറ ബി സലാസത്തിൻ. ആരെങ്കിലും 3 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. വമൻ ശാഅ ഔതറ ബി വാഹിദ. 1 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത്, മറ്റു പല ഹദീസുകളും വന്നതനുസരിച്ച് 11 റക്അത്താണ് ഏറ്റവും കൂടിയത്. ഇത് ഏറ്റവും നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. രാത്രി നിസ്കാരത്തിലെ അവസാനത്തെ നിസ്കാരം വിത്തർ നിസ്കാരമാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനി ഒരാൾക്ക് സുബ്ഹിക്ക് മുമ്പ് ഉണരുമെന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ ഉണരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ വിത്തർ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം കിടക്കലാണ് ഏറ്റവും നല്ലത്. കഴിയുമെങ്കിൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത് രാത്രി നിസ്കാരത്തിൽ അവസാനത്തെ നിസ്കാരം, അത് വിത്തർ നിസ്കാരമാക്കലാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിത്തർ നിസ്കാരം നിർവഹിച്ചതിന് ശേഷമായിരുന്നു കിടന്നിറങ്ങിയിരുന്നത്. കാരണം രാവിലെ എങ്ങാനും ഉണരുകയില്ലയോ, അഥവാ അതിനും മരണപ്പെട്ടു പോയാൽ എനിക്ക് വിത്തർ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നെല്ലാം ചിന്തയായിരുന്നു മഹാനവറുകൾക്ക്. എന്നാൽ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ, എന്തുകൊണ്ട് ഞാൻ ഉണരില്ല, എൻ്റെ ശരീരം ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണമല്ലോ, ആ ഒരു നിലയ്ക്ക് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ രാത്രി അവസാന നിസ്കാരം കിടന്നുറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷമായിരുന്നു വിത്തർ നിസ്കാരം നിർവഹിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ വിത്തർ നിസ്കാരം എന്നുള്ളത് പല നിലക്ക് ഹദീസുകൾ ശക്തമായ സുന്നത്തായി നമ്മെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഒരിക്കലും ഒഴിവാക്കാതെ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.